ഇവിടെ 3 തരത്തിൽ പൈസ ഉണ്ടാക്കാം. ഒന്ന്, നമുക്ക് ജോലി ചെയ്തിട്ട് പൈസ ഉണ്ടാക്കാം. 2, ബിസിനസ് ചെയ്ത് പൈസ ഉണ്ടാക്കാം. 3, നമ്മുടെ കയ്യിലുള്ള പണം ഇൻവെസ്റ്റ് ചെയ്തിട്ട് പണത്തെ പണിക്ക് വിട്ടുകൊണ്ടും പൈസ ഉണ്ടാക്കാം. ഈ പറഞ്ഞ 50ഉം 80ഉം, അതായത് 50% വരുന്ന പൂവർ ക്ലാസ്സും 30% വരുന്ന മിഡിൽ ക്ലാസ് ഉണ്ട്. ഇവർ നിൽക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂരിഭാഗം പേര് ഡിപ്പെൻഡ് ചെയ്യുന്ന തൊഴിലാണ്. പിന്നെ ഒരു 16% ഉണ്ട്, അതായത് പ്രീമിയം. ഇപ്പോഴത്തെ ഈ 20ൽ വരുന്നതിൽ 16% പ്രീമിയം. ഇവരെ സംബന്ധിച്ച് ഇവർ പൈസ ഉണ്ടാക്കുന്നത് ഓൺടർപ്രണേഴ്സ്, ബിസിനസ്സുകാരാണ്. ഓക്കെ. പിന്നെ അത്യാവശ്യം നല്ല സെലിബ്രിറ്റീസൊക്കെ ഈ കാറ്റഗറി വരുന്നത്. പിന്നെ ഒരു 4% ഉണ്ട്, ഇവർ പണം ഉണ്ടാക്കുന്നത് ബിസിനസ് ചെയ്തിട്ടും ജോലി ചെയ്തിട്ടിനേക്കാൾ ഉപരിയായിട്ട് മണി ഫോർ മണി എന്ന് പറയും. പൈസയെ കൊണ്ട് പണിയെടുപ്പിക്കാം. അതായത് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ആ പൈസ കൊണ്ട് വീണ്ടും പൈസ ഉണ്ടാക്കാം. ഇപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും ചില ചെറുകിട ആൾക്കാർ പറയുന്നു, ദൈവം നീതിമാനല്ല, കാരണം ദൈവം ഉള്ളവർക്ക് തന്നെ പിന്നെയും കൊടുക്കുക, ഇല്ലാത്തവന് കൊടുക്കുന്നില്ല. എന്തുകൊണ്ടാണത്? ഇത്രയേ ഉള്ളൂ, ഉള്ളവന് പിന്നെയും അതുകൊണ്ട് ഉണ്ടാക്കാൻ അറിയാം, ഇല്ലാത്തവനോ അറിയില്ല. അവർക്ക് ജോലി ചെയ്യുന്നു, പൈസ ഉണ്ടാക്കുന്നു, ചിലവാക്കുന്നു, ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഞങ്ങൾ സാധാരണ പറയാറുണ്ട്, പണം എന്ന് പറയുന്ന സാധനത്തെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റണം. പണം കഷ്ടപ്പെട്ടുണ്ടാക്കേണ്ട ഒന്നല്ല.